ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണേന ശിഖിപിഞ്ച സംയുതഗജോ ബാലാകൃതി കർണയോ തന്മുദ്ര മകരോജ്വലോലകുടകം ചക്രം വഹൻ ദക്ഷിണേ ദോർവാമം സദരം കടൈ വിനിദദൈ ലംബോഗ്രമർദ്ധോരുഗം ബിഭ്രദ്ദിഗ്ധവിഭൂഷണം സുലളിതോ രക്ഷേ സ്ഥിതോ ഗൗരജാ ഓം വേണുവാദനകരാഭ്യായ നമഃ. ഓം വനമാലാദി സർവാഭരണ വിഭൂഷിതേഭ്യോ നമഃ. ഓം മർഹാലങ്കൃത മകുടായ നമഃ. ഓം ശംഖായ നമഃ. ഓം ചക്രായ നമഃ. പൊന്നു ഗുരുവായൂരപ്പാ ശരണം. ഹരേ. ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദം സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം. തന്ത്രസമുച്ചയത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധ്യാനമാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഏവം പരമ്പര പ്രാപ്തമായി എന്നിലെത്തിച്ച അസ്മദാചാര്യപര്യന്താം എൻ്റെ ഗുരുപരമ്പരയുടെ മുന്നിൽ സാഷ്ടാംഗദണ്ഡ നമസ്കാരം. ഹരേ ശരണമയ്യപ്പ. സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി, ആ സംസ്കൃതിയിൽ കൈകൊണ്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി, ഏതൊരു ഭാരതീയനും അപ്പോൾ തന്നെ പറയും അത് ശ്രീകൃഷ്ണനാണെന്ന് പറയും. ഭാരത ജനതയുടെയും ഹൈന്ദവ സംസ്കാരത്തിലും അലിഞ്ഞു ചേർന്ന ഒരു മഹത്തരമായ ആശയമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാന്റെ ബാലലീലകളും ഭഗവാന്റെ മറ്റ് അവതാര കഥകളും അറിയാത്ത ഭാരതീയർ ഉണ്ടാകില്ല. പത്മപുരാണത്തിലാണ് ഇത് വിശദമായി പറയുന്നത്. പത്മപുരാണത്തിലാണ് ശ്രീമദ് ഭാഗവതമെന്ന ധർമ്മശാസ്ത്രം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നമുക്ക് നൽകിയ ഭഗവത്ഗീതയുടെ 18 സ്കന്ധങ്ങളുടെ വികസിത രൂപമാണ് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങൾ, 12 സ്കന്ധങ്ങളിൽ. എൻ്റെ അച്ഛൻ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ബ്രഹ്മശ്രീ ശംഭു വാദ്യാർ, എൻ്റെ അച്ഛൻ ഈ ഭാഗവതം ഈ ഭാരതത്തിൽ മുഴുവൻ സാധാരണക്കാരനിൽ എത്തിക്കാൻ ശ്രമിച്ച, സപ്താഹ മധ്യത്തിലൂടെ എത്തിക്കാൻ ശ്രമിച്ച അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഭാഗവതം ദശമസ്കന്ധം. ഈ ഭാഗവതം ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം. എന്താണ് ശ്രീകൃഷ്ണ അവതാരം? എന്താണ് ജന്മാഷ്ടമി? എന്താണ് അഷ്ടമി, രോഹിണി? ആരാണ് കൃഷ്ണൻ? നമ്മൾ മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു കൃഷ്ണനിൽ നിന്നും അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തേണ്ട സമയം
അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയ പ്രശ്നം, വാട്സാപ്പ് പ്രശ്നം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം, അങ്ങനെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, ആധുനിക മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രസക്തി. എൻ്റെ ജീവിതത്തിൽ ഭാഗവതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രാണവായുവാണ് ഭാഗവതം, എൻ്റെ ചോറാണ് ഭാഗവതം, എൻ്റെ അന്നമാണ് ഭാഗവതം, എൻ്റെ ആഹാരമാണ് ഭാഗവതം, എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി മറ്റൊന്നുമല്ല, എങ്ങും എവിടെയും ആത്മഹത്യയുടെ വക്കിലാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ട് തന്നെ ജീവിതം ആത്മഹത്യയുടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ആധുനിക മനുഷ്യൻ്റെ മുന്നിൽ തൊട്ടുരുമി നിൽക്കുന്നതാണ് മരണം. ഈ മരണഭയത്തെ അതിജീവിക്കുന്നവനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ശ്രീശുക ബ്രഹ്മഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ വേദവ്യാസ ഭഗവത്പാദ വിരചിതമാണ് ഈ ഭാഗവതം. വേദവ്യാസ ഭഗവത്പാദ പുത്രനാണ് ശ്രീശുക ബ്രഹ്മഋഷി. അപ്പോൾ ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ഫുൾ സ്റ്റോപ്പാണ്, ശാശ്വതമായ പരിഹാരമാണ് ശ്രീമദ് ഭാഗവതം. അത് ഇങ്ങനെയാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നത്. ഭൂമിദേവിക്ക് സർവ ജീവജാലങ്ങളുടെയും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കാരണം ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാത്തത്രയും ദുഃഖം വർദ്ധിച്ചു വന്ന ആ കാലഘട്ടങ്ങളിൽ, 6000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ കാലഘട്ടം, അങ്ങനെ ഭൂമി മാതാവിൻ്റെ മാതൃഹൃദയമാണ് എവിടെയും ദുഃഖങ്ങൾക്ക് വേദനിക്കുക. ആ ഭൂമി മാതാവിൻ്റെ ദുഃഖിക്കുന്ന മാതൃഹൃദയം, അങ്ങനെ ഭൂമി മാതാവ് ഗോമാതാവായി കാമധേനുവായി ബ്രഹ്മാവിൻ്റെ അടുക്കൽ പോവുകയും ബ്രഹ്മാവിനോട് ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, സോറി, എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, എൻ്റെ ഡ്യൂട്ടി സൃഷ്ടി മാത്രമാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, പരമേശ്വരനോട് പോയി ചോദിക്കാമെന്ന് പരമേശ്വരനോട് പോയി ചോദിക്കുന്നത്. പരമേശ്വരൻ പറഞ്ഞു, എനിക്ക് നിഗ്രഹമാണ് ജോലി, എനിക്കിതിനെക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യമില്ല. ഏതായാലും ശരി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭൂമിദേവി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോമാതാവിൻ്റെ വേഷം ധരിച്ച് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകാമെന്ന്. അങ്ങനെ ദേവീദേവന്മാരും പരമേശ്വരനും ബ്രഹ്മാവും ഗോമാതാവും കൂടി ക്ഷീരവയോധിധേ പാലാഴിവാസനായ ജഗന്നാഥനായ മഹാവിഷ്ണുവിൻ്റെ അരികിലോട്ട് പോകുന്നു. എന്താണ് കാരണം? ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ജീവിത ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരം എങ്ങനെ കാണാം, ഇതാണ് സബ്ജക്റ്റ്. അവിടെ എത്തി മഹാവിഷ്ണുവിനെ കണ്ടു. മഹാവിഷ്ണുവിനെ കണ്ട അപ്പം തന്നെ ബ്രഹ്മാവും പരമേശ്വരനും മറ്റ് ദേവീദേവന്മാരും കൂടി തൊഴുതുകൊണ്ട് മഹാവിഷ്ണുവിനോട് പുരുഷ സൂക്തം ചൊല്ലി
നമസ്കരിക്കുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രബൽ സഭൂമിൻ വൈശുദോവൃത്വ അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദും സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യഥന്യേന തിരോഹതി യഥാവനസ്യ മഹിമതുജ്യായ കൃഷ്ണ പുരുഷ പാദോസ്യ വിശ്വാൻ ഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി ധൃപാദൂർധ ഉദൈ പുരുഷ പാദോസ്യ ഭവാത് പുനഃ തതോ വിഷങ് വ്യക്രാമ സാസനാന സനേപി തസ്മാത് വിരാടജായത വിരാജോ അതിപുരുഷ സജാതോ അത്യരിശ്ചിത പശ്ചാൽ ഭൂമി മധോ യത് പുരുഷേണ ഹവിഷാദേവ യജ്ഞമദന്നത വസന്തോ അസ്യ സീതാജ്യം ഗ്രീഷ്മ ഈപ്മ ശരദവി സപ്താസ്യാസൻ പരിധയസ്ത്രീ സപ്തസമിതകൃത ദേവായത്യജ്ഞം തന്ന അഭത്നം പുരുഷം പശും തയ്യജ്ഞം ബർഹി ക്ഷിപ്രൗഷം പുരുഷം ജാതമംഗ തേന ദേവ അജയന്ത സാധ്യ ഋഷയച്ച് തസ്മ എന്ന് തുടരുന്ന ആ പുരുഷ സൂക്തം ചൊല്ലിക്കൊണ്ട് ആ മഹാവിഷ്ണുവിനെ അങ്ങനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പറയുമ്പോഴാണ് ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരം എടുത്ത് കൃഷ്ണൻ എഴുതി വെക്കുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം എവിടെയൊക്കെ നശിക്കുന്നു അവിടെ, അധർമ്മം കൊടികുത്തി വാടുന്ന സന്ദർഭത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായി ഞാൻ അവിടെയൊക്കെ അപ്പോൾ പൂർണ്ണാവതാരം എടുക്കുന്നുണ്ട്. ഇത് മഹാവിഷ്ണു പറഞ്ഞതാണ്. ഇതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ സാഹചര്യം. ശ്രദ്ധിക്കണം. ശ്രീമദ് ഭാഗവതം തന്നെ പ്രഥമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഏതേചംശ കലപ്പുംസ കൃഷ്ണോസ്തു ഭഗവൻ സ്വയം ഇന്ദ്രിയാരിവ്യാകുലം ലോക മൃഢയന്തി യുഗേ യുഗേ മൃഢയന്തി യുഗേ യുഗേ. ഹേ പരമേശ്വര, ഹേ ബ്രഹ്മാജി, ഹേ ഭൂമി മാതാവേ, നിങ്ങളിവിടെ വന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് ഞാൻ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഞാൻ ഇതാ ഗോവിന്ദനായ ഞാനിതാ ഗോപാലനായി ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പരപ്രേരണ കൊണ്ടല്ല. എന്തിന്? ഈ ഭൂമിദേവിയും പരമേശ്വരനും ബ്രഹ്മാവും മറ്റ് ദേവീദേവന്മാരും കൊടുത്ത കംപ്ലൈൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണിത്. ഞാനിതാ അവതരിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖം പരിപൂർണമായി ബേൺ ചെയ്ത് കത്തിച്ച് കളഞ്ഞ് ഇവരെ സന്തോഷ സംതൃപ്ത ജീവിതത്തിലേക്ക് നയിക്കാൻ. ശ്രദ്ധിക്കണം. സമ്പൂർണ്ണ സംരക്ഷണത്തിന്, സമ്പൂർണ്ണ ജ്ഞാനാവതാരം. എന്തിനാണ്? സമ്പൂർണ്ണ സംരക്ഷണത്തിന് സമ്പൂർണ്ണ ജ്ഞാനാവതാരം. ഇനി എവിടെ കൃഷ്ണാവതാരം എന്ന് കേൾക്കുമ്പോഴും സമ്പൂർണ്ണ ജ്ഞാനാവതാരം. അപ്പം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ശബ്ദബ്രഹ്മമായി പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഗോവിന്ദൻ. അപ്പം ഈ ഗോവിന്ദനാണ് ഗോപാലനായി അവതരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എനിക്ക്. ആ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കുറേ ആൾക്കാരോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മൃഗങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. ഏകദേശം 30 മിനിറ്റോളം സംസാരിച്ചു. അവരുടെ ചർച്ചയിൽ എല്ലാ മൃഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പശുവിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോഴാണ് എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ഗാഹ്യത മനസ്സിലായത്. ഭാരത ജനതയുടെ ഹൃദയമാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ് ആര്? ഗോമാതാവ്, പശു. അപ്പോൾ ഗോവിന്ദനാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഗോപാലനായി അവതരിച്ചതെങ്കിൽ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങളെങ്കിലും ഒരു ശ്രീകൃഷ്ണ ഭക്തന്മാരും ഒരിക്കലും ഗോമാതാവിനെ കൊന്നു തിന്ന് കുഴിച്ചിടേണ്ട ശവം
വയറ്റിനകത്തോട്ട് കയറ്റരുത്. സാക്ഷാ നാരായണൻ തന്നെ ശ്രീനാരായണ ഗുരുദേവനായിട്ട് ഇവിടെ അവതരിച്ചിട്ട് പറയുന്നു, കൊല്ലാവ്രതം ഉത്തമമാമതിലും ശവം തിന്നാവ്രതം അത്രേ അത്യുത്തമം എന്ന്. അത് ജീവകാരുണ്യ പഞ്ചകം എന്നുള്ള ഗുരുദേവ കൃതി എടുത്തു നോക്കിയാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ശരി, ഇനി ശ്രദ്ധിക്കണം, ഈ മഹാവിഷ്ണു ഈ ഭൂമിയിൽ എവിടെ അവതരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചിന്ത. അങ്ങനെ ഭൂമി മുഴുവൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് മഥുരാപുരി. എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് മധുര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മധുരാധിപതേ അഖിലം മധുരം. മധുരയിൽ അഖിലം മധുരമാണ്. ഇനിയൊന്നും പറയാനില്ല. കാരണം അത്ര പൂർണ്ണാവതാരമാണ്, അത്ര മധുരാവതാരമാണ്. ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്കും മധുസമുദ്രത്തിലേക്ക് അവന് നീന്തി തുടിപ്പിക്കേണ്ട അവതാരത്തിന് സാക്ഷാൽ മഹാവിഷ്ണു തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ ഭൂമിയിൽ, ഈ മധുര. അപ്പം മധുരയിൽ ശ്രദ്ധിക്കണം, മധുരയിൽ ഒരു നാൾ മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനായ വസുദേവര് ദേവകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹത്തിന് ശേഷം ആ വിവാഹം ചെയ്ത സ്ത്രീയുടെ സഹോദരനാണ് ഉഗ്രസേനൻ്റെ പുത്രനായ കംസൻ്റെ സഹോദരി. അപ്പോൾ ആ കംസൻ പറഞ്ഞു, നിങ്ങൾ ഡ്രൈവറൊന്നും അത്ര നല്ല ശരിയല്ല, 4 കുതിരയുള്ള വളരെ റിച്ചായിട്ടാണ്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ തേര്, വെള്ളിയുടെ കുതിരകൾ, അങ്ങനെ വലിയ അതിമനോഹരമായ ഒരു വിവാഹ മഹോത്സവമായിട്ടാണ് ഭർത്താവിൻ്റെ ഗൃഹത്തിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ അത്ര പോരാ, പുള്ളിക്കാരന് ഹെവി ലൈസൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കംസൻ ആ സഹോദരിയെയും അളിയനെയും കൂട്ടിക്കൊണ്ട് ഭർത്തൃഗൃഹത്തിലോട്ട് തേരോടിക്കുന്നത്. അങ്ങനെ ഓടിക്കുന്ന സമയത്താണ് വഴിയിൽ ഒരു അശരീരി ഉണ്ടാകുന്നു. എന്താണ് ആ അശരീരി? അസ്യസ്ത്വഷ്ടമോ ഗർഭ ഹന്തയാം വധസേ ഭുത ഹന്ത 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 ഹന്തയാം വഹസേ ഭുത ഹന്ത 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 അസ്യ അഷ്ടമോ ഗർഭ. കംസനോട് പറയുന്നതെന്ന് അസ്യ അഷ്ടമോ ഗർഭ. ശ്രദ്ധിക്കണം, ഇവളുടെ 8ാമത്തെ ഗർഭം. ഹന്തയാം വഹസോ ഭുത. ഭുത എന്ന് പറഞ്ഞാൽ പൊട്ട. അത് ഉദ്ദേശാമി എന്ന് പറയുന്നത് കേൾക്കണം. പൊട്ട എന്നാണ് വിളിക്കുന്നത്. ബുധ എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തവനെ എന്നുള്ള മന്ദബുദ്ധി. പൊട്ട, ഇവളുടെ 8ാമത്തെ ഗർഭമാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്. ന സ്ത്രീ ന പുരുഷ. കാരണം സമ്പൂർണ്ണ അവതാരമാണ് ഈ ഗർഭം വരാൻ പോകുന്നത്. സ്ത്രീ ആയിക്കഴിഞ്ഞാൽ പുരുഷൻ, അപ്പോൾ അപൂർണം. പുരുഷനായിക്കഴിഞ്ഞാൽ സ്ത്രീ, അപ്പോൾ അപൂർണം. സമ്പൂർണമായിട്ടുള്ള ഈ ജ്ഞാനാവതാരം കൃഷ്ണൻ അവതരിക്കാൻ പോവുകയാണ്. ഇവളുടെ അസ്യ അഷ്ടമോ ഗർഭോ, ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടി. വണ്ടി അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി ഈ ദേവകിയെ വലിച്ചു കൃഷ്ണൻ താഴത്തോട്ട് വലിച്ചു. മുടി ചുറ്റിപ്പിടിച്ച് അങ്ങനെ കറക്കി അങ്ങനെ എടുത്തിട്ട് കയ്യിൽ നിന്ന് അങ്ങനെ ആയുധമെടുത്ത് കഴുത്ത് വെട്ടാൻ നോക്കുമ്പോഴത്തേക്കും വസുദേവർ തടഞ്ഞു. ഹംസ, കൊല്ലരുത്, അതിപ്പോൾ നിൻ്റെ സഹോദരിയല്ല, അതിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ നീ കൊല്ലരുത്. നീ ഇപ്പോൾ കൊല്ലരുത്. സ്ത്രീകളെ കൊല്ലുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ല. നീ അസുരനാണെങ്കിലും ശരി, കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് സുഖിപ്പിച്ചു. കംസ, ഇപ്പം എന്താ അശരീരി കേട്ടത്? ഞാനും കേട്ടു. ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലുന്നല്ലേ? ഇവൾക്കുണ്ടാവുന്ന എല്ലാ ഗർഭത്തിലുണ്ടാവുന്ന കുഞ്ഞിനെ ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം. അപ്പോൾ പിന്നെ വിഷയമില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാനൊരു അവസരം കൊടുക്കൂ എന്നും പറഞ്ഞുകൊണ്ട് വസുദേവർ തുടർന്ന് ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. വേദവ്യാസ ഭഗവാൻ ജീവിതത്തിൻ്റെ
നൈമിഷികതയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. മൃത്യുജന്മവതം വീര ദേഹേന സഹജായതേ ആദ്യവാബ്ദ ശതാന്തേവ മൃത്യോർവൈ പ്രാണിനം ധ്രുവം. ഹേ കംസ, മൃത്യോർവൈ പ്രാണിനാം ധ്രുവം. ഏത് ജീവിയുടെയും മരണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. മൃത്യുജന്മവതം വീര ദേഹേന സഹജായതേ, ദേഹത്തിൽ തന്നെ ഉള്ളതാണ്. ഇനി നീ കൊല്ലൊന്നും വേണ്ട, ദേവകി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. അപ്പോൾ കൊന്നു, സഹോദരിയെ കൊന്നു എന്നുള്ളൊരു പാപം നിനക്ക് വേണ്ട. ഇവൾക്കുണ്ടാവുന്ന കുട്ടികളെയൊക്കെ നിനക്ക് കൊണ്ടുതരാം എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ കൃഷ്ണൻ പൂർണ്ണാവതാരം എടുത്തിട്ട് ഭഗവത്ഗീതയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജാൽ തസ്മാദത പരിഹാരാർത്ഥം നത്വം ശോചിതുമർഹസി. നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല ഇതിൻ്റെ പേരിൽ. ജാതസ്യ ധ്രുവോ മൃത്യു, ജനിക്കുമ്പോൾ തന്നെ മരണം അതിൽ അണ്ടർസ്റ്റുഡായിട്ടുണ്ട് മുതലായ കാര്യങ്ങൾ വസുദേവർ കംസനോട് പറയുന്നു. കംസനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മരണഭയത്തെ അതിവർത്തിക്കുന്നതിന് ഭാഗവത ശാസ്ത്രം നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇവിടെ വാള് കഴുത്തിൽ വരെ വന്നു, എന്നിട്ടും ദേവകിയെ കൊല്ലുന്നില്ല. കാരണം മരണഭയത്തെ അതിവർത്തിക്കുന്നതാണ്. ഇത് വിശദീകരിച്ചു തരുന്നവരാണ് ശ്രീ ശുകൻ. എന്താണ് മരണമെന്ന ദുഃഖത്തെ, ഏത് ദുഃഖത്തെയും അതിവർത്തിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ്. അപ്പോൾ മരണഭയമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭാഗവതം പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഭാര്യയെ കൊല്ലരുത്, മക്കളെ തരാം. ഇതൊരു ഭർതൃധർമ്മമാണ്. അപ്പോൾ ധർമാധിഷ്ഠിത ജീവിതം നയിക്കുകയാണ്. ഇനി പറയുന്നു, ദേവകി സർവദേവത. ദേവകി സർവദേവത. ദേവകി സർവദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവകിയുടെ ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുന്നവള്, സത്യത്തെ ധരിക്കുന്നവള്. സത്യത്തെ ധരിക്കുന്നവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാകുന്ന ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം ഗർഭത്തിൽ ധരിക്കുന്നവള്. ഈ ദേവകി കഴിഞ്ഞ ജന്മം അതിഥിയായിരുന്നു. ആ അതിഥിയുടെ പുനർജന്മമാണ്. അതുകൊണ്ടാണ് ദേവക്യ ഗർഭസംഭൂതം വിഷ്ണു. എന്താണ് ഇത്? നാരദര് ഈ കുട്ടിയെ, ഒന്നാമത്തെ കുട്ടി ഉണ്ടായി അവിടെ കൊണ്ട് തിരിച്ചു കൊടുത്തു വിട്ടു. വസുദേവരെ, നീ വളർത്തിക്കോ, 8ാമത്തെ കുഞ്ഞിയല്ല കൊല്ലുന്നത്, 8ാമത്തെ കുഞ്ഞിനെ ഞാൻ കൊന്നോളാം, കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ ആണ് മെല്ലെ നാരദർ അവിടെ വന്നിട്ട് പറഞ്ഞു, ദേവക്യ ഗർഭസംഭൂതം വിഷ്ണു. ദേവകിയുടെ ഗർഭത്തിൽ ധരിക്കാൻ പോകുന്നത് വിഷ്ണുവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നാരദർ ഇത് പറഞ്ഞിട്ട് പോയ ഉടനെ തന്നെ അപ്പോഴത്തേക്കും ഏകദേശം 5, 6, 7, 8 പ്രസവത്തോളം നടന്നു. ദേവകീം വസുദേവഞ്ച നിഗൃഹ്യ നിഗഢൈർഗൃഹൈ ഉഗ്രസേനം ച പിതരം യദുഭോ ജാന്ധകീപ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദേവകീം വസുദേവഞ്ച നിഗൃഹ്യ നിഗഢൈർഗൃഹൈ. നാരദര് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കംസന് കാര്യങ്ങൾ മനസ്സിലായി. കാരിരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ വസുദേവരെയും ദേവകിയെയും ബന്ധിച്ചു. അതാണ് ദേവകീം വസുദേവഞ്ച നിഗൃഹ്യ നിഗഢൈർഗൃഹൈ. അപ്പോൾ ഇതിനെ എതിർത്തു. അങ്ങനെ ജയിലിലിടരുത് എന്ന് പറഞ്ഞ് എതിർത്തു. ആര് എതിർത്തു? അച്ഛനും അമ്മയും. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഉടനെ കംസൻ എന്ത് പണിയെടുത്തു? ഉഗ്രസേനം ച പിതരം യദുഭോജാന്ധകാധിപ പുത്ര. ഉഗ്രസേനൻ ഉടൻ തന്നെ ഉഗ്രസേനൻ എന്ന അച്ഛനെയും
അമ്മയെയും, ഈ ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെയും, പിതരം യദുഭോജാന്ധകാധിപ, അച്ഛനെയും അമ്മയെയും ജയിലിലിട്ടു. അച്ഛനെയും അമ്മയെയും കംസൻ ജയിലിലിട്ടതിൻ്റെ തിക്ത അനുഭവമാണ് കംസൻ്റെ പൂർണ്ണനാശത്തിലേക്കുള്ള കാരണം. അപ്പോൾ അച്ഛനെയും അമ്മയെയും ഈ പെങ്ങളെയും അളിയനെയും കാരാഗ്രഹത്തിലിട്ടതുപോലെ ഇട്ടിട്ടാണ് ഇദ്ദേഹം അധികാരം നേടിയത്. ഏതായാലും പുത്രധർമ്മത്തിന് വിപരീതമായതിനാലാണ് കംസന് സർവനാശവും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഭാഗവത ഭക്തന്മാർ, ശ്രീകൃഷ്ണ ഭക്തന്മാർ മാതാവിനെ പൂജിക്കണം, പിതാവിനെ പൂജിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. അല്ലാതെ അച്ഛനെയും അമ്മയെയും ഗുരുവായൂർ നട തള്ളാനുള്ളതല്ല, അവരെ പൂജിക്കാനുള്ളതാണെന്നാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അങ്ങനെ 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ഗർഭം ദേവകി മാതാവ് ഗർഭിണിയായി. ആ ഏഴാമത്തെ ഗർഭം പെട്ടെന്ന് രോഹിണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു എക്സ്ചേഞ്ച് ഓഫറിൽ രോഹിണിയുടെ ഗർഭം ദേവകിയിലോട്ടും ദേവകിയുടെ ഗർഭം രോഹിണിയിലേക്കും ഒരു എക്സ്ചേഞ്ച് ഓഫറിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു IVF എക്സ്ചേഞ്ച് ആയിരിക്കാം ഇത്. ഏതായാലും ശരി, അങ്ങനെ വസുദേവർ എട്ടാമത്തെ ഗർഭം മനസ്സിൽ സങ്കല്പിക്കാൻ നമുക്കറിയാം, മഹാവിഷ്ണു ഭക്തനാണ് വസുദേവർ. അങ്ങനെ ആ വസുദേവർ ഏഴാമത്തെ ഗർഭം മനസ്സിൽ ധരിക്കാൻ തുടങ്ങി. ഈ എന്താണത്? ഭഗവാൻ അഭിവിശ്വാത്മാ ഭക്താനാം അഭയംകര ആവിവേശംശഭാഗേന മന ആനകദുന്ദുഭോഭേ. ഞാനിതാ എട്ടാമത്തെ പുത്രൻ്റെ അച്ഛനാകാൻ പോകുകയാണ്. എനിക്കിതാ എട്ടാമത് മഹാവിഷ്ണു ഭക്തനായ വസുദേവർ ചിന്തിക്കുകയാണ്, എനിക്കിതാ എട്ടാമത് ഭഗവാൻ പുത്രനായി ജനിക്കാൻ പോവുകയാണ്. ഭഗവാൻ അഭിവിശ്വാത്മാ, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവായിരിക്കുന്ന മഹാവിഷ്ണു ഇതാ ഭക്താനാം അഭയങ്കര, സർവ ഭക്തന്മാർക്കും ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയർത്തി അവർക്ക് സർവ അഭയവും നൽകുന്ന ഈ ഭഗവാൻ ഇതാ ആവിവേശംശഭാഗേന ഇതാ എന്നിലേക്ക് ആവേശിക്കുകയാണ്, എൻ്റെ മനസ്സിലേക്ക് ആവേശിക്കുകയാണ്. ശ്രദ്ധിക്കണം, ആവിവേശാംശഭാഗേന മന ആനഗദുന്ദുപേ, എൻ്റെ മനസ്സിനിതാ സംതൃപ്തിയും സന്തോഷവും തരുന്നു. സമ്പൂർണ്ണ ആനന്ദ സ്വരൂപമാണ് ഭഗവാൻ. വാസുദേവരുടെ മനസ്സ് നമ്മുടെ മനസ്സാവണം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിലാണ് ആവിവേശാംശഭാഗേന മന ആനഗദുന്ദുഭി കൃഷ്ണൻ അവതരിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ കൃത്യമായി പറയുന്നു, ആവിവേശംശഭാഗേന മന, ഓരോ മനസ്സിലുമാണ് ഭഗവാൻ ആവേശിക്കേണ്ടത്. അത് എങ്ങനെയാണ്? ആനഗദുന്ദുഭേ, സമ്പൂർണ്ണ സച്ചിദാനന്ദത്തിലാണ് വാസുദേവൻ ധ്യാനത്തിലൂടെ ഉപാസനാശക്തിയിലൂടെ ആ മനസ്സിലാവേശിച്ച ആ ആനന്ദം ദേവകീദേവിയുടെ ഹൃദയത്തിലേക്കും ദേവകീദേവിയുടെ ഗർഭപാത്രത്തിലേക്കും ആവേശിച്ചു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം, വസുദേവര് ധ്യാനത്തിലൂടെ ഉപാസനാശക്തിയിലൂടെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ മനസ്സിൽ ആവേശിച്ച ആ ഗർഭത്തെ ദേവകീ മാതാവിൻ്റെ ഗർഭപാത്രത്തിലോട്ട് ആവേശിപ്പിച്ചു.
ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠ യഥാനന്ദകരം മനസ്ഥ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ ശരീരത്തിലല്ല, മറിച്ച് മനസ്സുകൾ തമ്മിലാണ്. കാരണം ഇവിടെ വസുദേവർ ഒരു റൂമിൽ ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണുള്ളത്, മറ്റൊരു റൂമിൽ കാരാഗ്രഹത്തിൽ ഇരുളടഞ്ഞ റൂമിൽ ദേവകി ബന്ധിച്ചിട്ടാണ്. അപ്പോൾ വസുദേവർ ആ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഉപാസനയിലൂടെ, തൻ്റെ മനഃശക്തിയിലൂടെ, തൻ്റെ ഇഷ്ടദേവനായ മഹാവിഷ്ണുവിൻ്റെ ശക്തി ആ ദേവകിയുടെ ഗർഭപാത്രത്തിനകത്തോട്ട് പോയപ്പോൾ ദേവകിയുടെ ഗർഭം എന്താണ്? ദധാര സർവാത്മകമാത്മഭൂതം, സർവചരാചരങ്ങളുടെയും ആത്മാവായിട്ടുള്ള ആ ശക്തി ഇതാ ഇപ്പം കാഷ്ഠ യഥാ ആനന്ദകരം മനസ്ഥ. ഇരുളടഞ്ഞ മുറിയിൽ കാരാഗ്രഹത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച സ്ത്രീയുടെ മനസ്സിനെ ആനന്ദകരമായി മാറ്റുകയാണ്. ദേവകി ഈ പ്രതികൂലമായ സാഹചര്യം എന്തുമാത്രം ആനന്ദകരമായി എന്നുള്ളതാണ് വസുദേവർ എന്തുമാത്രം ആനന്ദകരമായി എന്നുള്ളതാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും വസുദേവ ഹൃദയത്തിൽ അവതരിച്ച് അവിടെ നിന്ന് ദേവകിയുടെ ഹൃദയത്തിലേക്കും മാറി. ഈ സന്ദർഭത്തിൽ അത് കംസൻ്റെ ഹൃദയത്തിൽ മാനസികമായി ഒരു വിഭ്രാന്തി സൃഷ്ടിച്ചു. ആ മാനസികമായി വിഭ്രാന്തിയിൽ വളരെയധികം വിദ്വേഷഭക്തി കടന്നുകൂടി. നേരത്തെ നമ്മൾ പറഞ്ഞു അഷ്ടമോ ഗർഭ ഹന്തയാ, നിന്നെ കൊല്ലും കൊല്ലും കൊല്ലും, ഹന്ത 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 വസോബുധ, നിന്നെ കൊല്ലും 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 എന്ന് കേട്ട നിമിഷം മുതൽ തന്നെ ചെറിയൊരു മാനസിക രോഗം വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേവകിയുടെ ഗർഭം ആരംഭിച്ചതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് വർദ്ധിച്ചു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വിദ്വേഷഭക്തി. ഇനി ഈ വിദ്വേഷഭക്തിയുടെ റിസൾട്ട് സൗഭാഗ്യവാനാണ് കംസൻ. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ കരം കൊണ്ട് മരിക്കാൻ അസുലഭ സൗഭാഗ്യം ലഭിച്ച മഹാത്മാവാണ് കംസൻ. ഏതായാലും ശരി, ഈ 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലും 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 എന്ന കേട്ട നിമിഷം മുതൽ നമുക്ക് ഈ കംസൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്കൊന്ന് കടമെടുക്കണം. എന്തിനാണ് ഈ മാനസികാവസ്ഥ? എനിക്കും നിങ്ങൾക്കും അടങ്ങുന്ന മാനവരാശിക്കും സർവചരാചരങ്ങൾക്കും ഉള്ളതാണ് എന്ത്? മരണഭയം. ഈ മരണഭയം ഉള്ളവർ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ വളരെ രസാവഹമാണ്. ആസീന സംവിശന്തിഷ്ഠൻ ഭുഞ്ജാനം പര്യടൻ മഹിൻ ചിന്തയന്തോ ഋഷികേശ. ഏത് നിമിഷവും ചിന്തയന്തോ ഋഷികേശ. വപശ്യത്തന്മയം ജഗത് മപശ്യത്തന്മയം ജഗത്. എന്താണ് ആസീന? എവിടെ ഇരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മുന്നിൽ കാലരൂപമായി മരണത്തിൻ്റെ രൂപത്തിൽ ഈ പൊന്നുതമ്പുരാനെ കൃഷ്ണനെ കംസൻ തന്മയം പശ്യത് കണ്ടു. എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മുന്നിൽ മരണരൂപമായ കൃഷ്ണൻ. സംവിശൻ, എവിടെ കിടക്കുന്നുണ്ടെങ്കിലും ആ കിടക്കുന്നതിൻ്റെ മുന്നിൽ മരണരൂപമായ കൃഷ്ണനെ കണ്ടു. തിഷ്ഠൻ, എവിടെ നിൽക്കുന്നുണ്ടെങ്കിലും മുന്നിൽ മരണരൂപമായ കൃഷ്ണനെ കണ്ടു. ഭുഞ്ജാനം, ഈ നമ്മൾ റാഗിയൊക്കെ കലക്കി കുടിക്കൂലേ, ആ കുടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ നോക്കുമ്പോൾ അവിടെ മരണരൂപമായ കൃഷ്ണനെ കണ്ടു. അപ്പോൾ നമ്മൾ എന്താണോ ഭുജിക്കുന്നത് ആ ഭക്ഷണത്തിൽ പോലും മരണരൂപമായ കൃഷ്ണനെ കണ്ടു. പര്യടൻ, എവിടെ പര്യടനം നടത്തുന്നുണ്ടോ, എവിടെ നടക്കുന്നുണ്ടോ, എവിടെ പോകുന്നുണ്ടോ, ഏത് ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ,
ഏത് വാഷ്റൂമിലൂടെ, ഏത് ബാത്റൂം എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പര്യടൻ മഹീം ഭൂമിയിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ മരണരൂപമായ കൃഷ്ണനെ കാണുന്നു. ആ കംസൻ്റെ ഈ വിരോധഭക്തി ചിന്തയെന്തോ ഋഷികേശ, എന്ത് ചിന്തിക്കുന്നുണ്ട് ഋഷികേശ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നു മുതൽ ഋഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവയവങ്ങളതാണ്. ഈ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ഞാൻ 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 എന്ന് പറയുന്ന ഈ ഞാനാണ് ഋഷികേശൻ. അപ്പോൾ ചിന്തിക്കുന്നത്, എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും കാലസ്വരൂപമായ കൃഷ്ണനെയാണ്. ഇവിടെ കംസൻ ചിന്തിക്കുന്നുണ്ട്, ചിന്തയെന്തോ ഋഷികേശം അപശ്യത് തന്മയം ജഗത്ത്. അപ്പം കൃഷ്ണമയമായി ഈ പ്രപഞ്ചത്തെ കാണാൻ കംസന് സാധിച്ചു. വേദവ്യാസ ഭഗവാൻ ഈ ചിത്രം വരയ്ക്കുന്നത്, ഇത് ഇവിടെ ഭഗവാൻ വരച്ചിരിക്കുന്നത് വിദ്വേഷഭക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വിദ്വേഷം മാറ്റി കൃഷ്ണനെ ഇന്ന് മുതൽ കാലോസ്മി ലോകക്ഷയകത് പ്രവൃത്തു ലോകാൻ സമാഹർത്തുമിഹ പ്രവർത്ത എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. കാലസ്വരൂപമായ കൃഷ്ണനെയാണ് നമ്മൾ ഉപാസന ചെയ്യേണ്ടത്. എപ്പോഴും എവിടെയും നമ്മുടെ മുന്നിൽ പതിയിരിക്കുന്നതാണ് നമ്മുടെ മരണം. ആയുസ്സിൻ്റെ പ്രമാണമില്ലായ്കയും ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു ചേരും പുരുഷാർത്ഥമൊക്കെയും. അപ്പോൾ പൂന്താനം പറഞ്ഞു, ആ പ്രമാണമില്ലാത്ത ഏത് നിമിഷവും കടന്നു വരാവുന്ന ആ മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. ഭഗവത്ഗീത പറയുന്നു, മൃത്യുരൂപേണ പ്രപഞ്ചത്തിലെ സർവത്തിനെയും ഹനിക്കുന്നത് ഞാനാണ്. ആ മൃത്യുരൂപേണയുള്ള കൃഷ്ണനെയാണ് ഇവിടെ കംസൻ പിന്നീട് ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ ഇന്നു മുതൽ സർവം കൃഷ്ണമയം ജഗത്ത്, എല്ലാം എവിടെയും കൃഷ്ണമയമായി കണ്ടുകൊണ്ടാണ് കംസൻ നിൽക്കുന്നത്. ഇങ്ങനെ 8ാമത്തെ ഗർഭം പൂർണ്ണ വളർച്ചയിലേക്ക് വളരുകയാണ്. 8ാമത്തെ ഗർഭം പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രഹ്മാവും മഹേശ്വരനും പറഞ്ഞിട്ട് അതിന് മുന്നേ തീരുമാനിച്ചതാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. മഹാവിഷ്ണു സ്വയം കൃഷ്ണനായി അവതരിക്കാൻ തീരുമാനിച്ചത്. ആ ഉത്തരവാദിത്വം ഇപ്പോൾ ആർക്കായി? ബ്രഹ്മാവിനും പരമേശ്വരനും മറ്റ് ദേവീദേവന്മാർക്കും ഭൂമിദേവിക്കുമായി. ഇവരെല്ലാവരും കൂടി ഉടൻ തന്നെ വാട്സാപ്പ് മെസ്സേജ് ഗ്രൂപ്പിലിട്ടു, ദാ ദേവകി മാതാവ് 8ാമത്തെ ഗർഭം പ്രസവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ നമുക്കെല്ലാവർക്കും പോയി നമ്മുടെ രീതിയിൽ ഒരു അനുഗ്രഹവും സുഖമായി ഭഗവാൻ അവതരിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റും സൃഷ്ടിക്കാൻ നമുക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് വാട്സാപ്പ് മെസ്സേജ് കൊടുത്തു. അങ്ങനെ എല്ലാ ദേവീദേവന്മാരും വന്ന് ശ്രദ്ധിക്കണം, സർവദേവതാ അനുഗ്രഹമാണ്. ശ്രീകൃഷ്ണാവതാരത്തിന് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് സർവദേവതാ അനുഗ്രഹമാണ്. അങ്ങനെ എല്ലാ ദേവീദേവന്മാരും വന്ന് അവരുടെ ശക്തി ചൈതന്യം ഈ ഗർഭസ്ഥനായ കൃഷ്ണനിലേക്ക് വർഷിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമുണ്ട് ഭാഗവതത്തിൽ. നമുക്കത് നോക്കാം. ദശമസ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകമാണ്. സത്യവ്രതം സത്യപരം ത്രിസത്യം ദേവൗവാച. ദേവീദേവന്മാർ പറയുന്നു, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യം സത്യസ്യ സത്യമൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപദ്യേ. ഇങ്ങനെ എല്ലാ ദേവീദേവന്മാരും
നമ്മുടെ ഇതാ അവതാരം എടുക്കുന്ന പൊന്നുണ്ണിക്കണ്ണന് വേണ്ടി ഒരുപോലെ തൻ്റെ ശക്തികൾ ഗർഭത്തിലേക്ക് ആവാഹനം നടത്തുകയാണ്. അപ്പോൾ സത്യമെന്ന് സദീതി പ്രാണാസ്ഥന്നം യമിത്യ സവാദിത്യവേദ. ഇതാണ് സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം. സത്യസ്യ സത്യോ മൃതസത്യനേത്രം, സത്യങ്ങളുടെ സത്യമായ അമൃതത്വം. അമൃതത്വം വെച്ച ജഗദീശ്വരൻ, സത്യങ്ങളുടെ സത്യമായ അമൃതത്വമായ ആ പരമസത്യം, അതാണ് പരമസത്യം. ഇതാണ് വേദങ്ങൾ പറയുന്നത്. ഇന്നും ഇന്നലെയും നാളെയും ഒരുപോലെ നിലനിൽക്കുന്ന എന്താണ്? അതാണ് സത്യം. ഈ സത്യം, ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിൽക്കുന്ന ആ പരമാത്മസത്യം, ആ പരമാത്മസത്യം ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. സപ്തധാതുക്കൾ കൊണ്ടുള്ള ഒരു അവതാരമാണ് അവതരിക്കാൻ പോകുന്നത്. എന്താണ്? സപ്തധാതുക്കൾ കൊണ്ടാണ്. അത് എന്തൊക്കെയാണ് സപ്തധാതുക്കൾ? ത്വക് മാംസ രുധിര, ത്വക്ക് മാംസം, രുധിരം മേധസ്, അസ്ഥി മജ്ജ, ശുക്ലം. 7 എണ്ണായി. ഈ സപ്തധാതുക്കൾ കൊണ്ടാണ് മനുഷ്യ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മനുഷ്യ ശരീരമാണ് മഹാവിഷ്ണു ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ അവതാരത്തെ സമ്പൂർണമാക്കാനാണ്. സത്യവ്രതം സത്യപരം ത്രിസത്യം. എത്രയാണ്? ത്രിസത്യം. ഇന്നലത്തെ സത്യം, ഇന്നത്തെ സത്യം, നാളെ വരാൻ പോകുന്ന സത്യം. ഇതാണ് കൃഷ്ണൻ. സത്യസ്യ യോനിം നിഹിതം ച സത്യം. സത്യമാകുന്ന യോനി, ഏകയോനി, വിശ്വയോനി പുനർവസു, ആത്മയോനി സ്വയം ജാതു, വൈഖാന സാമഗായന, ദേവകീ നന്ദന സൃഷ്ട ക്ഷതീശ പാപനാശന, ശംഖഭൃ നന്ദകീ ചക്രി ശാർഗധന്വ ഗദാധര രഥോംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ. ഈ പ്രപഞ്ചത്തിലെ മാനവരാശിയുടെ സർവ്വദുഃഖങ്ങളെയും പ്രഹരിക്കാനുള്ള ശക്തി ചൈതന്യമാണ് ഇപ്പോൾ ശക്തമായ സത്യമായ ആ സത്യാത്മകം, ആ ജഗദീശ്വരനായ പരമസത്യം ഇതാ ആത്മാവായി ജനിക്കാൻ പോത്വാം ശരണം പ്രപന്നം. ഇവിടെ ആരാ ഇത് പറയുന്നത്? ബ്രഹ്മാവും പരമേശ്വരനും മറ്റു ദേവീദേവന്മാരും സറണ്ടർ ചെയ്ത് ശരണം പ്രാപിക്കുകയാണ്. എവിടെ? ഈ കൃഷ്ണൻ്റെ മുമ്പിൽ, ഈ ഗർഭസ്ഥ ശിശുവിന് മുമ്പിൽ. അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ പോലും സറണ്ടർ ചെയ്ത് ശരണം പ്രാപിക്കാൻ ദേവീദേവന്മാർ വെമ്പൽ കൊള്ളുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിൽ വേദവ്യാസ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ചേട്ടന്മാരൊക്കെ ദേവലോകത്തോട്ട് പൊക്കോളൂ. എന്ത്? ചേട്ടന്മാരൊക്കെ ദേവലോകത്ത്. നിങ്ങൾ സറണ്ടർ ചെയ്ത് എന്താണെന്ന് മനസ്സിലായി. കാരണം സമ്പൂർണ്ണ സച്ചിദാനന്ദ സ്വരൂപമാണ് ഇവിടെ അവതരിക്കാൻ പോകുന്നത്. ആ സമ്പൂർണ്ണ സച്ചിദാനന്ദത്തിൻ്റെ ആനന്ദം ഉൾക്കൊള്ളാൻ ദേവീദേവന്മാർക്ക് അവകാശമില്ല. നിങ്ങൾ സ്വർഗത്തിലോട്ട് പൊക്കോളൂ. ഇവിടെ അസ്ഥി ജായതേ വർദ്ധതേ വിപരീതവതേ അപക്ഷീയമതേ നശ്വതി. ഈ സ്വഭാവമുള്ള ശരീരമായി മനുഷ്യനായി കൃഷ്ണൻ അവതരിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവരാശിയുടെ ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മന്യേ രാത്മനോബന്ധു ആത്മന്യേ രിപുരാത്മന. പൂർണ്ണാവതാരമെടുത്ത് ഭഗവത്ഗീതയെന്ന ധർമ്മശാസ്ത്രത്തിലൂടെ എന്നെയും നിങ്ങളുടെയും ഉയർത്താനാണ്. അപ്പോൾ ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പ്രത്യേകത എന്താണ്? അതാണല്ലോ നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഗർഭസ്ഥനായ ഈ പൊന്നോമന കണ്ണൻ ഇതാ ജനിക്കാൻ പോകുന്നു. എന്താണ് ഈ കണ്ണൻ്റെ പ്രത്യേകത? കണ്ണൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ യുഗങ്ങൾക്കും ഓരോ അവതാരങ്ങളും, അതാത് ഇപ്പം വേദകാലഘട്ടത്തിലെ വേദങ്ങൾ, യാഗങ്ങൾ, ബലികൾ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ ഈ കൃഷ്ണൻ അവതരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുവന്തി ഗോവത്സ പദം ഭവാബ്ധിം. വളരെ സിമ്പിളാണിത്. ഒരു കാളയുടെ പാദം ഒരു
ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് കടന്ന് വെക്കുക, അപ്പുറത്തോട്ട് പോയിട്ട് നടന്നു പോകാൻ എന്തുമാത്രം എളുപ്പമാണ്, അത്ര സിമ്പിളാണ്. ഈ കൃഷ്ണനാമ അവതാരത്തിനെ നാം സറണ്ടർ ചെയ്ത് അതിന് ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ കുർവന്തി ഗോവത്സ പദം ഭവാബ്ധിം, ജീവിത ദുഃഖങ്ങളെ തരണം ചെയ്യാൻ ഇത്ര എളുപ്പമാണ് ഈ അവതാരം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കാതെ ഒന്നും നടക്കുകയല്ല. പ്രാക്ടിക്കലി എന്ത് ചെയ്യണം? അതിനാണ് ശൃണ്വാൻ കൃണാൻ സ്മരയം ചിന്തയൻ നമാമി രൂപാണിജ മംഗളാനിതേ. ശൃണ്വാൻ, ദാ ഭാഗവതം കേൾക്കണം. എന്നിട്ട് ഗൃഹാൻ, ഗൃഹാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത പറയണം. സ്മരയം മാ മനുസ്മരച്ചിത്തം മയ്യേവ പ്രവിലീയതേ. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നു, സ്മരിക്കണം. മാ മനുസ്മരച്ചിത്തം, എപ്പോഴും കൃഷ്ണനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ചിന്തയൻ മാ മനുസ്മരച്ചിത്തം മയ്യേവ. അപ്പോൾ നാമാനി രൂപാണിജ മംഗളാനിതേ. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ നാമരൂപത്തിൽ മംഗളകരമായ ധ്യാനത്തിലൂടെ ജീവിതം നയിക്കണം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നാമാനി രൂപാണി ച മംഗളാനി തേ. ജീവിതം മംഗളകരമാക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണനാമ ഉപാസനയിലൂടെ നടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മക്കളോട് പറയണം, ഈ കൃഷ്ണ 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 എന്ന് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്നുള്ളത് യൂട്യൂബിനോട് അടിച്ചു ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ മക്കൾക്ക് ചോദിക്കലും. കൃഷ്ണ 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 നമ്മൾ വീണ്ടും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൽസിമേഷൻ വരുന്നത് ടെമ്പർ ലോഗോ ഡാമേജ് വരുമ്പോഴാണ്. ടെമ്പർ ലോഗിന് വൈബ്രേഷൻ വന്നിട്ട് തോട്ട് എനർജി കൺവേർട്ടഡ് ടു ബ്രെയിൻ എനർജി, ബ്രെയിൻ എനർജി സൗണ്ട് എനർജി വൈബ്രേറ്റിംഗ് എനർജി. ടെമ്പർ ലോഗിന് നല്ല സ്ട്രെങ്ത് വരും. എന്താണെന്ന് കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ബ്രെയിൻ ബൂസ്റ്റിംഗ് എനർജി എന്താണ്? അതാണ് കൃഷ്ണനാമം. അപ്പോൾ ഈ കൃഷ്ണനാമത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? മറ്റൊന്നുമല്ല, കർഷയിതി കൃഷ്ണ. ആകർഷണ സ്വഭാവം ഉള്ളതെന്താണോ അതാണ് കൃഷ്ണൻ. ആകർഷണ സ്വഭാവം ഉള്ളതെന്താണോ അതാണ് കൃഷ്ണൻ. അപ്പോൾ ഹൃദയത്തിൻ്റെ ആകർഷണം. അപ്പോൾ ഈ സൗന്ദര്യമാകുന്ന കൃഷ്ണനെ നാമരൂപത്തിൽ ആകർഷണം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളെയും നമുക്ക് ഹനിക്കാൻ സാധിക്കും. ഇതാണ് കൃഷ്ണനാമത്തിൻ്റെ. ഒരു ദിവസം കൃഷ്ണനും നമ്മുടെ അർജുനനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അർജുന, ഒരു കാക്കയെ കാണിച്ചിട്ട്, അർജുന ഇതല്ലേ തത്ത? ഭഗവാനെ, അതാണ് തത്ത. ഓ, കുറച്ചപ്പുറത്തെത്തിയിട്ട് ഒരു തേങ്ങ കാണിച്ചിട്ട് പറഞ്ഞു, അർജുന ഇതല്ലേ അർജുന മാങ്ങ? അതേ ഭഗവാനെ. ഓ, കുറച്ചപ്പുറത്തെത്തിയിട്ട് ഒരു ചക്ക കാണിച്ചിട്ട് പറഞ്ഞു, അർജുന ഇതല്ലേ നമ്മളെ നേന്ത്രപ്പഴം? അപ്പോൾ അർജുനൻ പറഞ്ഞു, അതേ ഭഗവാനെ. ഇങ്ങനെ ഓരോന്നും കാണിച്ചിട്ട് തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒക്കെ അർജുനൻ പറയുന്നുണ്ട് അതെ 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 എന്ന്. ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ട്, അല്ല അർജുന, നീ ഇത്ര പൊട്ടനായിപ്പോയാ? നീ എന്താ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ശരി? അപ്പോൾ അർജുനൻ പറയുന്നൊരു മറുപടിയുണ്ട്. എൻ്റെ അച്ഛൻ ഈ ഭാഗവതം എന്നെ പഠിപ്പിക്കുമ്പോൾ എന്നെ വളരെയധികം പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അർജുനൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയുന്നതാണ്, അല്ലയോ ഭഗവാനെ, എനിക്കെന്ത് ചക്ക അറിയാം, എനിക്കെന്ത് മാങ്ങ അറിയാം, എനിക്കെന്ത് നേന്ത്രപ്പഴം അറിയാം, ഒന്നും അറിയില്ല.
എനിക്കറിയാവുന്നതാകെ ഭഗവാനാണ്. ഭഗവാൻ എന്തു പറയുന്നു അതാണ് എൻ്റെ ജ്ഞാനം. ഇതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. ഭഗവാൻ എന്താണ് പറയുന്നത് അതാണ് എൻ്റെ ജ്ഞാനം. ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ് തേജസ്സിനാമഹാം. ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി ഭഗവാൻ പറയുന്നു, ബുദ്ധിയുടെ ബുദ്ധിയാകുന്ന മഹാ തേജസ്സാകുന്നു കൃഷ്ണൻ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം. നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഗുരുവായൂർ വന്ന് നീ എന്നെ തൊഴുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരുന്ന പ്രസാദമാണ് ബുദ്ധിയോഗം. ആ ബുദ്ധിയാണ് കൃഷ്ണൻ. അസന്നിഗ്ധമായി 4 പതിറ്റാണ്ട് കാലത്തെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. ഭാഗവത ആചാര്യനായ ശംഭുവാദ്യാരുടെ മകൻ പഠിച്ചിട്ട് പറയുകയാണ്, ബുദ്ധിസ്വരൂപനാണ്, ബോധസ്വരൂപനാണ് കൃഷ്ണൻ. എനിക്കെല്ലാം കൃഷ്ണൻ മാത്രമാണെന്ന് പറഞ്ഞു. തുടർന്ന് അങ്ങോട്ടേക്ക് മെല്ലെ ന്യൂട്രലായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കൃഷ്ണൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം പറയാൻ എത്തി പറഞ്ഞ് കുറച്ചപ്പുറത്ത് ചോദിക്കുന്നത്, കൃഷ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താടാ അർജുന, ഇവരെടാ പോടാന്ന് വിളിക്കുന്നത് അച്ഛമംഗളാണല്ലോ, മകനാണല്ലോ. എന്താടാ? അല്ല അങ്ങയുടെ പേരെന്താ? ഈ കൃഷ്ണൻ ഇടാൻ കാരണം, ഈ കൃഷ്ണൻ എന്നുള്ള പേര് ശരിക്കും വേദങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്നത്. അത് ഏവം പരമ്പരാഗതമായിട്ട് ഇവിടെ എത്തിയിട്ട് ഇവരിട്ടുന്നേ ഉള്ളൂ. കാർഷയസോ അഹം കൃഷ്ണോ വർണ്ണശ്ചമി യസ്മാൽ തസ്മാൽ കൃഷ്ണോഹം അർജുന കൃഷാമി പൃഥിവീം പാർത്ഥ കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസോഹല കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസോഹല കൃഷ്ണോ വർണ്ണാശ്ചമി യസ്മാത് തസ്മാത് കൃഷ്ണാഹം അർജുന. ഹേ അർജുന, കൃഷാമി പൃഥിവീം പാർത്ഥ, ഇരുമ്പ് കലപ്പ കൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആ കലപ്പയാകുന്നു ഞാൻ. 6500 വർഷം മുന്നേ ഇവിടെ ഇരുമ്പുണ്ടായിരുന്നു, ഇരുമ്പ് കലപ്പയുണ്ടായിരുന്നു, കൃഷി ചെയ്തിരുന്നു. കൃഷാമി പൃഥിവീം പാർത്ഥ, ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഇരുമ്പ് കലപ്പയാണ് ഞാൻ. കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസോഹല, ഈ ഇരുമ്പ് കലപ്പ കൊണ്ട് ഞാൻ. അർജുന, നീ അടങ്ങുന്ന മാനവരാശിയുടെ ബുദ്ധി ഞാനിതാ ഇരുമ്പ് കലപ്പ കൊണ്ട് ഉഴുത് മറിച്ച് അതിൽ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളാകുന്ന വിത്ത് ഞാനിതാ വിതയ്ക്കുന്നുണ്ട്. അതാണ് ഞാൻ. ആ വിത്തുകൾ ബുദ്ധിയിൽ, ബോധത്തിൽ വികസിച്ച് വളർന്ന് ഫലങ്ങളായി, ഫലങ്ങൾ കൊയ്യാനാണ് നിനക്കൊരു ജന്മം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ജന്മം എന്തിനാണെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ നമ്മളെ ഇത് പഠിപ്പിക്കാൻ. കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസോഹല. പിന്നെ കൃഷ്ണോ വർണ്ണാശ്ചമി യസ്മാത് തസ്മാത് കൃഷ്ണാഹം അർജുന. പിന്നെ ഈ നീലമേഘ ആകാശം കാണിച്ചു കൊടുത്തത് കൃഷ്ണോ വർണ്ണ. ഈ നീലമേഘത്തിൻ്റെ കളറാണ് എനിക്ക് എന്താ കൃഷ്ണവർണ്ണ. കൃഷ്ണനാണ് നിറം. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ദേവീദേവന്മാരുടെ നിറം നീലവർണ്ണമായിട്ടാണ്. നീലനിറം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പൈലറ്റിനോട് ചോദിച്ചാൽ മതി. അങ്ങനത്തെ ഒരു നിറം ഇല്ല. വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ അവർ ഒരു അങ്ങനത്തെ നിറം ഇവിടെ ഇല്ല. പിന്നെ എന്താണ്? ഇത് തോന്നുന്നതാണ്. ഇത് നമുക്ക് തോന്നുന്നതാണ്. എന്താണ്? അനന്തതയുടെ പ്രതീകം. അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മ തതോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. ഈ അനന്തതയുടെ പ്രതീകമാണ് നീലവർണ്ണം. ആ അനന്തതയാണ് ഞാൻ. ഇത് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷ്ണനാമം അത് ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കും. ഞാനിത് ചുമ്മാ ഒരു തമാശ രീതിയിൽ പറയുകയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ അച്ഛൻ ഈ ഭാഗവതവും എടുത്ത് ഈ ഭാരതം മുഴുവൻ നടന്നിട്ട് പഠിപ്പിച്ച അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത്, കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എൻ്റെ അമ്മ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ഈ നിലവിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇല്ലത്തെ എല്ലാ മുറികളിലും ഇങ്ങനെ നടന്നുകൊണ്ട് ജപിക്കുന്ന ആ ഒരു കൃഷ്ണനാമമുണ്ട്. അതിനകത്തുനിന്ന് അമ്മയുണ്ടാക്കിയ നാമ ജപ ലയ ശക്തിയുണ്ട്. ആ ശക്തിയാണ്
അമ്മയുടെ ഊർജം അത് അനുഭവിച്ചറിഞ്ഞ ഒരു മകനാണ് ഞാൻ. കൃഷ്ണനാമത്തിൻ്റെ ഊർജപ്രവാഹത്തിൻ്റെ ജീവിത അനുഭവമാണ് ഇത്. നിങ്ങൾക്കും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. തളരാത്ത തകരാത്ത ഒരു മനഃശക്തി, ഒരു മനോബലം, ഒരു മനോ ഊർജം, ഒരു മനോ ആരോഗ്യം, ഇതാണ് കൃഷ്ണനാമം. അങ്ങനെ ആ കൃഷ്ണൻ്റെ തിരു അവതാരത്തിൻ്റെ നിമിഷമിതാ സമാഗതമായിരിക്കുകയാണ്. കൃഷ്ണൻ്റെ അവതാര ശുഭ സുമുഹൂർത്തം. അഥ സർവഗുണോപേത കാല പരമശോഭന. അഥ സർവഗുണോപേത അഷ്ടമി രോഹിണി എന്ന ശുഭ മുഹൂർത്തം. അഥ സർവഗുണോപേത, ഈ ഭൂമിയിലെ എല്ലാ ഗ്രഹങ്ങളും ഗുണത്തിന് അനുകൂലമായി, സർവഗുണോപേത അനുകൂലമായ ആ ശ്രദ്ധിക്കണം കാല, ഇവിടെയാണ് കാല. എപ്പോഴും ഓർമ്മ വേണം, ഭഗവാൻ കാലസ്വരൂപമാണ്. ആ കഴിഞ്ഞ നിമിഷം ഡേറ്റ് ഓഫ് ബർത്ത്, ഡെത്ത് ഓഫ് ഡേറ്റ് ഉള്ളത്, അത് ആ കണക്ക് കൂട്ടി ഗണിച്ച് പറയുന്നതാണ് കാലം. ഈ കാലസ്വരൂപമായി എന്തിനേയും സൃഷ്ടിക്കുകയും സ്ഥിതിയെ നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന ആ കാല പരമശോഭന, സുപ്രീമായിട്ടുള്ള ഏറ്റവും ശുഭമുഹൂർത്തമാണ്. അപ്പോൾ ഈ ശുഭമുഹൂർത്തത്തിലാണ് കൃഷ്ണൻ ഇതാ അവതരിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഈ കൃഷ്ണാവതാരം ആര് പറഞ്ഞിട്ടാണ് കൃഷ്ണാവതാരം? ഭൂമി മാതാവ് ഇവരോട് പറഞ്ഞിട്ടാണല്ലോ ഭഗവാൻ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയമായിട്ട്. അപ്പോൾ ഈ ഭൂമി മാതാവാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ എല്ലാ മുഹൂർത്തവും അനുകൂലമായപ്പോൾ ഭൂമി ദേവിക്ക് മനസ്സിലായി കൃഷ്ണാവതാര ശുഭമുഹൂർത്തമായി എന്ന്. അങ്ങനെ ഭൂമി അങ്ങനെ ഇളകി ദാ ഇപ്പോൾ തയ്യാറാ മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകരം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ സ്വർണ്ണഖനി എന്നാണ് ഉദ്ഭവിച്ചത്. കാരണം ഭൂമി തയ്യാറായി, കൃഷ്ണൻ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് സ്വർണം വേണം. അതിന് ആ സ്വർണ്ണഖനി മുതൽ എല്ലാം അങ്ങടെ മംഗളഭൂയിഷ്ട, മഹി എന്ന് പറഞ്ഞ ഭൂമി, ഈ ഭൂമി ഇതാ മംഗളകരമായ എല്ലാം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. ഭഗവാന്റെ തിരു അവതാര മഹോത്സവ ശുഭമുഹൂർത്തമായി. നദികളെ അതുവരെ വർഷകാലമായ ആ കാലം അതുവരെ കലങ്ങി മറഞ്ഞൊഴുകിയ നദികളിതാ തെളിനീരുകളായി മാറി, തെളിഞ്ഞു വന്നു. അതുവരെ ഇതാ രാത്രി ഇതാ ഒരിക്കലും വിടരാത്ത താമരകൾ ഇതാ വിടർന്ന് നിൽക്കുകയായി. പ്രകൃതിയിലെ എല്ലാ പുഷ്പങ്ങളും ഇതാ സുപ്രഭാതത്തിൽ വിടരേണ്ട പുഷ്പങ്ങൾ മുഴുവൻ ഇതാ വിടർന്ന് നിൽക്കുന്നു. എന്തിന്? സച്ചിദാനന്ദ സമുദ്രമിതാ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഭൂമിയിൽ. സച്ചിദാനന്ദ സുഗന്ധമിതാ ആകാശത്തിന് മുട്ടമാറ് ഈ ഭൂമിയിൽ മുഴുവൻ പരന്ന് കഴിഞ്ഞു. വസന്തമിതാ സമാഗതമായി. വായുവിനിതാ പുണ്യഗന്ധമായി. അതിനാണ് ഈ വായുവാണ് ഇവിടെ മുഴുവൻ ശുദ്ധി ചെയ്യേണ്ടത്, പുണ്യാഹമായി. അപ്പോൾ പ്രകൃതി ഇതാ ഒരു ചെറിയ ചാറ്റൽ മഴ. എന്തിനാണ്? അശുദ്ധികളൊക്കെ ഭൂമിയിൽ നീക്കാൻ. പുണ്യാഹശുദ്ധി. ഓ മനസ്സമാധീയത സമാഹിത മനസ്സസ്മ പ്രസീദന്തു ഭവന്ത പ്രസന്നാസ്മ ശാന്തിരസ്തു പുഷ്ടിരസ്തു രുദ്രസ്തു അഭിജ്ഞമസ്തു ശിവങ്കർമാസ്തു. ഓം പ്രജാപതി പ്രിയതാം, ഓം പ്രിയതാം പ്രജാപതി. ഓം പുണ്യാഹം ഭവന്തു ഭ്രവന്തു. ഓം പുണ്യാഹം. ഓം സ്വസ്തി ഭവന്തു ഭ്രവന്തു. ഓം സ്വസ്തി. ഓം വൃദ്ധിം ഭവന്തു ഭ്രവന്തു വൃദ്ധിതാം. ദതിക്രാവിണ്ണോ അഹാർഷം വിഷ്ണുരശവാചന സ്വരഭിനോ മുഖാകര പ്രണായും ഷിതാരഷ ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജയ ദദാദന മഹീരണായ ചക്ഷസേയോപ ശിവതമോരസത്തസ്യ പാചേത ഉഷതീര്യോ മാത്ര തസ്മാം അരേങ്കുമം അവോ ഇസക്ഷയായിന്നുതാപോ ജനയതാ ജന എന്ന് ചൊല്ലിക്കൊണ്ട് വരുണദേവൻ പ്രപഞ്ചത്തിൽ മുഴുവൻ ചാറ്റമഴകൾ കൊണ്ട് ശുദ്ധീകരിച്ചു. വായുവിത പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു. കാരണം ഇതാ കൃഷ്ണൻ്റെ തിരു അവതാരം ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സച്ചിദാനന്ദ സുഗന്ധം പറഞ്ഞപ്പോൾ എങ്ങും നിറഞ്ഞു. ഈ സന്ദർഭത്തിൽ രാത്രിയാണെന്ന് നോക്കാതെ
സ്നാനം പഞ്ചവിധം പ്രോക്തം ഇതി വേദസംഹിത 5 വിധത്തിലുള്ള സ്നാനഘട്ടത്തിൽ പോവാതെ ഭസ്മസ്നാനം ചെയ്തുകൊണ്ട് ബ്രാഹ്മണർ മുഴുവൻ ആവഹനീയാഗ്നിയെ ഉടൻ തന്നെ കടഞ്ഞെടുത്ത് ഹോമങ്ങളും യാഗങ്ങളും നടത്തി കൃഷ്ണാവതാരം ഇതാ അടുക്കുകയായി, സമാഗതമായി. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇതാ ഭൂമിയിൽ അവതരിക്കുകയാണ്. അപ്പം ആ ബ്രാഹ്മണരിതാ ആവഹനീയാഗ്നി തെളിഞ്ഞ് ഹോമങ്ങൾ നടക്കത്തൽ സ്വർഗത്തിൽ നിന്നും ദുന്ദുഭിനാദങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. പ്രപഞ്ചം സന്തോഷിച്ചു നിൽക്കുന്നു. ഗന്ധർവന്മാരും കിന്നരന്മാരും സ്തുതിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ കിളികൾ കളകളാരവം മുഴക്കി പ്രപഞ്ചത്തെ ഊർജ്ജസ്വലമാക്കി. അപ്സരസ്സുകളിതാ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ മഹർഷിമാരെല്ലാവരും തന്നെ സപ്തർഷികൾ അടക്കമുള്ള മഹർഷിമാർ വേദമന്ത്രങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദേവന്മാരിതാ പുഷ്പവൃഷ്ടി ചെയ്യുകയായി കൃഷ്ണാവതാരത്തിന്. ഈ ഭഗവാന്റെ അവതാരത്തിന് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യുമ്പോൾ സുമനസ്സുകളായ ഓരോ വ്യക്തികളും അവരുടെ മനസ്സുകൊണ്ടിതാ കൃഷ്ണാവതാരത്തിന് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും സമുദ്രം ഗംഭീരമാർഗം ആകാശമേഘങ്ങളിതാ ഇടിമുഴക്കിക്കൊണ്ട് ആ സുമുഹൂർത്തത്തിൽ ഇതാ നിശീതേ തമവുദ്ഭൂതേ ജായമാനാ ജനാർദ്ദന ദേവക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യ നിശിന്ദൂരിവ പുഷ്കല നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദന ആവിരാസീത് യഥാ പ്രാച്യ നിശിന്ദൂരിവ പുഷ്കല. ഇവിടെ ദേവക്യം ദേവരൂപിണ്യം, ദേവകിയുടെ ഹൃദയത്തിൽ മഹാവിഷ്ണു ദേവരൂപനായി. വിഷ്ണു സർവഗുഹാശയ, മഹാവിഷ്ണു ഇതാ സർവചരാചരങ്ങളുടെയും ഹൃദയത്തിലാണ് അവതരിക്കുന്നത്. എവിടെയാണ്? വിഷ്ണു സർവഗുഹാശയ, മഹാവിഷ്ണു ഇതാ കൃഷ്ണയെ അവതരിക്കുകയാണ്. മാനവരാശിയുടെ ഹൃദയത്തിലാണ് കൃഷ്ണാവതാരം. എപ്പോഴാണ്? നിശീധേ തമ ഉദ്ഭൂതേ, നിശീധേ തമ ഉദ്ഭൂതേ, അർദ്ധരാത്രി 12 മണിക്ക് കൂരളടഞ്ഞ ഇരുട്ട്. നോക്കൂ, ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവരാശി ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എപ്പോഴാണോ ദുഃഖം വരുന്നത്, എപ്പോഴാണോ വിഷമം വരുന്നത്, ഭൂമിക്ക് ദുഃഖം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അവതാരത്തിന് വേണ്ടി ഭൂമി ദേവി പറയുന്നത്, ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്, നമ്മുടെയൊക്കെ ജീവിതം അന്ധകാരത്തിലാണ്. അങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന മനസ്സിലാണ് ജായമാനേ ജനാർദ്ദനൻ കൃഷ്ണനായി അവതരിക്കുന്നത്. അപ്പോൾ ജനാർദ്ദനൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ്? ഇഷ്ടജനങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുകയും, അനുഗ്രഹത്തിൽ തന്നെയുള്ളതാണ് നിഗ്രഹം. ഇഷ്ടജനങ്ങളെ നെഞ്ചോട് ചേർക്കുകയും അനുഗ്രഹിക്കുകയും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുകയും ചെയ്യുന്ന, അത് കംസൻ്റെ നമുക്ക് മനസ്സിലാവുമല്ലോ. ജനാർദ്ദനിതാ ദേവക്യം ദേവരൂപിണ്യം, ദേവകിയുടെ ഗർഭത്തിൽ ദേവനിതാ അവതരിക്കുന്നു. വിഷ്ണു സർവഗുഹാശയ, വിഷ്ണു ഇതാ സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ അന്തരാത്മാവായി അവതാരം ചെയ്തിരിക്കുന്നു. ആവിരാസിത് യഥാപ്രാച്യ, എങ്ങനെ? നിശിന്ദൂരിവ പുഷ്കല, ഹൃത്പുണ്ഡരീകത്തിൽ അവതരിക്കുന്നു. വേദങ്ങളിൽ ഇത് കൃത്യമായിട്ട് പറയുന്നു. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത ബുദ്ധിന്ദു സാരഥിം വിദ്ധിം മനഃപ്രഗ്രഹമേവച. മനസ്സിലാണ്, ബുദ്ധിയിലാണ് വേദങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് ഈ കൃഷ്ണാവതാരം ഇത് ഭഗവത്ഗീതയിലും 18-ാമത്തെ അധ്യായത്തിൽ മോക്ഷസന്യാസ യോഗം തീരുമ്പോഴേക്കും 61-ാമത്തെ ശ്ലോകത്തിൽ
ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനാം യന്ത്രാരൂഢാനി മായയ. തൻ്റെ മായ കൊണ്ട് യന്ത്രം ചലിക്കുന്നത് പോലെ, ഏത് 6000 വർഷം മുന്നേ പറയുന്നത്, യന്ത്രം ചലിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന, സർവചരാചരങ്ങളുടെയും പുണ്ടരീകത്തിൽ, ഹൃദയഗുഹാക്ഷേത്രത്തിലാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത്. ആവിരാസിത്യത പ്രച്ഛ ദിശിന്ദൂരിവ പുഷ്കല. ആകാശത്ത് വെളുത്ത വാവ് ദിവസം ചന്ദ്രൻ ഉദിച്ചതുപോലെ ആവിരാസിത് ആവിർഭവിച്ചു, അവതരിച്ചു. ഹൃദയം പാലാഴിയാകുന്ന ഏത് ഹൃദയത്തിലും കൃഷ്ണൻ അവതരിച്ചിരിക്കുമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിക്കണം, എല്ലാവരും അവനവൻ്റെ ഹൃദയത്തിൽ ആ കൃഷ്ണനെ കാണണം. ഇതാണ് കൃഷ്ണാവതാരം. ഈ കൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ കാരാഗ്രഹത്തിലുള്ള വസുദേവർ, അദ്ദേഹം മഹാവിഷ്ണു ഉപാസകനാണ്. അദ്ദേഹം ഭഗവാനെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? നമുക്ക് എല്ലാ സുഹൃതികളായ ജനങ്ങൾക്കും അവനവൻ്റെ ഹൃദയത്തിൽ ആ കൃഷ്ണനെ നമുക്ക് അതുപോലെ കാണാം. തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സന്ദ്ര പയോധസൗഭഗം മഹർഹവൈഢൂര്യ കിരീടകുണ്ടല തുഷാപരീക്ഷിത്വ സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചം ഗദ കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷ്യത. വസുദേവര് കണ്ടു. ഇനി ആർക്കും ഒന്നും പറയാമല്ലോ, ഇവിടെ തട്ടിപ്പല്ല. ഇവിടെ വസുദേവർ കണ്ട കാര്യമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്താണ്? തമദ്ഭുതം ബാലകമംബുജക്ഷണം. എന്തൊരു അത്ഭുതകരമായിട്ടാണ് ഈ കാണുന്നത്. ആ ചതുർബാഹുവായിട്ടുള്ള ശംഖചക്ര ഗദാപങ്കജങ്ങളോട് കൂടിയിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ വസുദേവര് സ്വന്തം മകനായി അവതരിച്ച് കണ്ടു. നമുക്കൊക്കെ ഹൃദയത്തിൽ ആ മഹാവിഷ്ണുവിൻ്റെ അവതാരവിധ കൃഷ്ണൻ്റെ രൂപേണ മജ്ജയും മാംസവുമുള്ള കൃഷ്ണനെ വസുദേവര് കണ്ടതുപോലെ നമുക്കും കാണാം. എന്താണ് അടയാളം? ചതുർബാഹുവാണ്. മാറിൽ ശ്രീവത്സമുണ്ട്, ശ്രീവത്സം എന്ന മറുകുണ്ട്. പിന്നെ കൗസ്തുഭമുണ്ട്, രത്നപതക്കമുണ്ട്, മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നീലമേഘം പോലുള്ള കാർമേഘവർണ്ണനാണ് ഭഗവാൻ. പിന്നെ വൈഡൂര്യാദി രത്നങ്ങൾ അലങ്കരിച്ചിട്ടുള്ള കിരീടമാണ്. കുണ്ടലങ്ങളുണ്ട്, അതിമനോഹരമായ കേശഭാരമുണ്ട് നിറഞ്ഞിരിക്കുന്നു. വൈഡൂര്യാദി കിരീടങ്ങൾ, രത്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന കിരീടമുണ്ട്. അങ്ങനെയുള്ള ആ അതിമഹത്തരമായ അതിമനോഹരമായ ആ സൗന്ദര്യധാമത്തിൽ ഒരു അരഞ്ഞാൻ കെട്ടിയിട്ടുണ്ട്. പിന്നെ തോൾവളകളുണ്ട്. ഇതൊക്കെ വസുദേവര് കണ്ടതാണ്. ഇവിടെ കണ്ടതാണ്. ശ്രദ്ധിക്കണം, കേട്ട കാര്യമല്ല, കണ്ട കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ വസുദേവര് ഉപാസനാമൂർത്തിയായ മഹാവിഷ്ണുവിനെ ഈ വസുദേവര് പൂജിച്ച വിഗ്രഹമാണ്. സുഹൃതികളായ ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികളെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഏതാണെന്നറിയാവോ? ഈ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഗുരുവും വായുവും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വസുദേവര് ഇവിടെ കണ്ട തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സന്ദ്രപയോധസൗഭഗം മഹർഹ വൈഡൂര്യ കിരീട കുണ്ടല തുഷാപരീക്ഷിത്വ സഹസ്രകുന്തളം.
അനന്തമായിട്ടുള്ള ചിന്തകളായിട്ട് പിന്നീട് അത് ആവർത്തിച്ചു. ഉദ്ദാമ കാഞ്ചംഗത കങ്കണാധിപർ വിരോചമാനം വസുദേവ ഐക്ഷ. ഞാനിത് എത്ര ചൊല്ലിയാലും എനിക്കിത് മടുക്കൂല. അച്ഛൻ പറയും, എന്തൊരു കൂത്താണ് ഇത്, എത്ര കുടിച്ചാലും തൊണ്ടക്കാലം ഭാവം തോന്നൂല. കാരണം മധുരാധിപതേ അധികം മധുരം, എല്ലാത്തിൻ്റെയും മുകളിലുള്ള മധുരം. ഇനി അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ എവിടെയാണ് മധുരം ചോദിച്ചാൽ വല്ലതും പറയാൻ പറ്റുമോ? സർവ്വതും മധുരം. ഈ മംഗളസ്വരൂപ വിഗ്രഹം ഗുരുവായൂരിൽ നമ്മൾ കാണുന്നു. ഇനി ഈ ഗുരുവായൂരിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ, മഹാവിഷ്ണുവാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രം. തന്ത്രി അദ്ദേഹവും നമ്മളൊക്കെ ആയിട്ട് ശരണമയ്യപ്പ. ഏതായാലും തന്ത്രി അദ്ദേഹം പറയുന്ന ആ മന്ത്രം, പ്രതിഷ്ഠയ്ക്കും ഉപയോഗിക്കുന്ന മന്ത്രം, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രം നമുക്കൊന്ന് കേൾക്കാം. ഇതേ മന്ത്രം തന്നെയാണ് തന്ത്രസമുച്ചയത്തിലും ഗുരുവായൂർ പ്രതിഷ്ഠയ്ക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രം. ഏതായാലും തന്ത്രി അദ്ദേഹവും മേശാന്തിമാരും ഉപയോഗിക്കുന്ന ആ മന്ത്രം നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും അന്തരാത്മാവിൽ ആ പൊന്നുണ്ണി കണ്ണനെ, ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുക. ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭമരിതര കൗമോദകി പങ്കജാനിർദാക്ഷിഷ്ടൈർ ബാഹുദണ്ഡൈർ ധതതമലിതമാപീതവാസോവസാനം ധ്യായേൽ സ്പായേൽ കിരീടോജ്വല മകരമഹാകുണ്ടലം വന്യമാല വൈശ്വശ്രീ കൗസ്തുഭാഢ്യം സ്മിതമധുരമുഖം ശ്രീധര സൃഷ്ടഭാർശ്വനര. അങ്ങനെ ശ്രീയെ ധരിച്ച, പ്രപഞ്ചത്തിലെ സർവ്വസമ്പത്തിനെയും സർവ്വ അലങ്കാരങ്ങളെയും സർവ്വസമ്പത്തിനെയും സർവ്വ സൗന്ദര്യത്തിനെയും ധരിച്ച, ശ്രീയെ ധരിച്ച ശ്രീധരനെ മഹാലക്ഷ്മി ഇടത് സൈഡിലും ഭൂമിദേവി വലത് സൈഡിലുമായ ആ ശ്രീധരനെ സഹസ്രദളപത്മത്തിൽ നമുക്ക് കാണണം. ഇതാണ് ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂരപ്പന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ വിടരുത്. കാരണം മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്. നമുക്ക് ജീവിക്കുകയും ജീവിതശേഷം മൃത്യോർമാം അമൃതംഗമേവും അമൃതത്വമായി ആ ഗുരുവായൂരപ്പന് ലയിച്ച് ചേരേണ്ടതാണെങ്കിൽ അവിടത്തേക്കുള്ള ഈ റൂട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഏതായാലും ഭട്ടതിരിപ്പാട് നാരായണീയർ പറയും, ഉപനിഷത് സുന്ദരീ മണ്ഡലേണ. ഞാൻ കണ്ടു ഭഗവാനെ. എവിടെ? ഗുരുവായൂരപ്പന് എവിടെയാ ഭട്ടതിരിക്കാട്? ഉപനിഷത് സുന്ദരീ മണ്ഡലേ. ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ മണ്ഡലം, കൂട്ടത്തിൽ നട്ടുക്ക് പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ പെമ്പിള്ളേരുടെ ഇടയിലല്ല കൃഷ്ണൻ, ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ ഇടയിലാണ്. നമുക്ക് മറ്റൊന്നുമില്ല, ഉപനിഷത്തുകൾ പഠിക്കണം, ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. എങ്കിൽ നമുക്ക് കൃഷ്ണനെ ഇതുപോലെ അനുഭവത്തിൽ കാണാം. എന്നിട്ടോ ആത്മയോനി സ്വയം ജാതോ, ആത്മയോനി സ്വയം. കണ്ടില്ലേ? ആത്മാവാകുന്ന ഈ യോനിയിൽ നിന്നും സ്വയം ജനിച്ചതാണ്. കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ആത്മയോനി സ്വയം ജാതോ വൈഖാന സമഗാന ദേവകീ നന്ദന ശ്രേഷ്ഠ ക്ഷതീശ പാപനാശന. സർവ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു. ഇതാണ് പാപനാശന. ശംഖപർണന്നകീ ചക്രേ ശാംഗധന്വാഗതാതര രഥാംഗപാടി രക്ഷോഭ്യ. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി രഥാംഗം, രഥത്തിൻ്റെ അംഗമായ ചക്രപാണി. ഏത്? നമുക്കറിയാം, ഭീഷ്മ പിതാമഹരുടെ വായിലെ നാക്ക് സംരക്ഷിക്കാനായിക്കൊണ്ട് സർവപ്രഹരണായുധ. എല്ലാ ജീവിത ദുഃഖങ്ങളെയും പ്രഹരിക്കാനുള്ള ശക്തി, ചൈതന്യമാണ് ഈ കൃഷ്ണനെന്ന് നമ്മൾ അറിയണം. അപ്പോൾ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശൻ. കൃഷ്ണാവതാരം സംഭ്രമോ സ്പൃശൻ. അങ്ങനെ മനസ്സുകൊണ്ട് ഈ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കണ്ട വസുദേവര് ഉടൻ തന്നെ അനന്തം ബ്രാഹ്മണരെ വിളിച്ചുകൊണ്ട് ആ ബ്രാഹ്മണർക്കൊക്കെ അങ്ങോട്ട് പശുദാനം, അസംഖ്യം പശുദാനം ചെയ്തു എന്നുള്ളതൊക്കെയാണ് വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ റിട്ടണായി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണാദികൾക്ക് കൃഷ്ണാവതാരത്തിൻ്റെ സന്തോഷ പൂരകമായി, താങ്ക്സ് പൂരകമായി ബ്രാഹ്മണർക്കൊക്കെ ഗോദാനം ചെയ്തു. അപ്പോൾ ഈ അവതാരം മരണഭയത്തെ തൃണവൽക്കരിച്ചുകൊണ്ട്
ഈ സന്ദർഭത്തിൽ ഈ അവതാരം കണ്ട് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടാതെ ആ മജ്ജയും മാംസവുമുള്ള അമ്പാടി ഉണ്ണിക്കണ്ണനിൽ ദേവകി മാതാവും ഈ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് പ്രസവ വേദന എന്താണെന്നറിയാതെ പുഞ്ചിരിച്ചുകൊണ്ട് പെറ്റ മാതാവ് ഭഗവാനെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. കണ്ണാ മോനെ, നീ എൻ്റെ പെറ്റ മോനാണ്, നീ എൻ്റെ കണ്ണനാണ്, മതി മോനെ മതി, നിൻ്റെ ലീല മതി, ഇനി നീ ഈ ലീല കാട്ടരുത്, ഈ ലീല ഇനി കാട്ടരുത്. ഉപസംഹര വിശ്വാത്മൻ അതോ രൂപമലൗകികം, ഉപസംഹര വിശ്വാത്മാ നദോ രൂപമലൗകികം, ശംഖചക്രഗദാപത്മ ശ്രിയോ ജുഷ്ടം ചതുർഭുജം. കൃഷ്ണ ഉപസംഹരിക്കൂ കൃഷ്ണ, കൃഷ്ണ നീ ആ പിഞ്ചു കുഞ്ഞായിട്ട് തന്നെ ഇറങ്ങി വരൂ. ഇതാണ് അവതാരം, രൂപനാമാത്മകമായി ഇറങ്ങി വന്നവൻ. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കണ്ടു, അവിടെ തന്നെ നിൽക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ദർശനം കൊടുത്തുകൊണ്ട് അവിടെ അതുപോലെ നിൽക്കുക. ഏത് സമയത്തും കംസനിപ്പോൾ കടന്നു വരും, കുഞ്ഞിനെ കൊല്ലും. ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ദേവകി പുഞ്ചിരിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. ഉപസംഹരത വിശ്വാത്മാ, എനിക്കറിയാം മഹാവിഷ്ണു വിശ്വാത്മാ, സ്വന്തം മകനെ അമ്മ വിളിക്കുക, എന്ത് വിശ്വാത്മാ ഉപസംഹരിക്കൂ, ചെറുതാകൂ 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 എന്ന്. ഇവിടെയാണ് അവതാരം, രൂപനാമാത്മകമായി ഇറങ്ങി വന്നു. അപ്പോൾ ജന്മം, അവതാരം. ഇവിടെ ശ്രദ്ധിക്കണം, കൃഷ്ണൻ എന്ന നാമധേയത്തിൽ അഷ്ടമീരോഹിണി നാളിൽ മനുഷ്യ ശരീരമെടുത്ത് ഇറങ്ങി വന്നു. എന്തിനാണ്? ഈ വിശ്വാത്മൻ, ലോകത്തിൻ്റെ മുഴുവൻ ആത്മാവായ വിശ്വാത്മൻ രൂപം അലൗകികം, ലൗകികത്തിൻ്റെ അപ്പുറത്തുള്ള അലൗകികമായ ആ ചൈതന്യമിത അവതരിച്ചു തിരിച്ചു. ശംഖചക്ര ഗദാപത്മ ശ്രിയോജുഷ്ടം ചതുർഭുജം, ഈ 4 കൈകള്, ഉപാംഗങ്ങള് സ്വയം ഉള്ളിലേക്ക് ഉപസംഹരിക്കൂ കൃഷ്ണ. എന്നിട്ട് എൻ്റെ പിഞ്ചോമന മോനായി, എൻ്റെ കണ്ണനായി ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ഹൃദയത്തിനെ ആനന്ദിപ്പിക്കാൻ 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 നാമരൂപമായി, നാമാവതാരമായി ഹൃദയത്തിൽ പുനർജനിക്കൂ കൃഷ്ണ. ഉണ്ണിക്കണ്ണ മനസ്സിൽ അവതരിക്കൂ കണ്ണ, കണ്ണ അവതരിക്കൂ കണ്ണ. മാനവരാശിയുടെ ഹൃദയത്തിൽ ദുഃഖ ദുരിതപൂരിതമായ ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ കൃഷ്ണ നീ അവതരിക്കൂ കൃഷ്ണ. എന്നിട്ടോ ശ്രീകൃഷ്ണ ചരണാംഭോജം, ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മരേ ദുഃഖം ഗമിഷ്യതേ. ശ്രീകൃഷ്ണനെ സറണ്ടർ ചെയ്യുന്നവർക്ക് ദുഃഖം മുഴുവൻ പോകും. അപ്പോഴോ ഈ കൃഷ്ണൻ്റെ കയ്യിൽ എന്തുണ്ടാവും? ഒരു പുല്ലാങ്കുഴലുണ്ടാവും. എന്താണ് ഈ പുല്ലാങ്കുഴൽ? ഈ ഓടക്കുഴൽ എന്ന് വെച്ചാൽ അതൊരു മുളന്തണ്ടാണ്. ഈ മുളന്തണ്ട് ഈ ശരീരമാണ്. ഇതിൽ 9 ദ്വാരങ്ങളാണ് ഉണ്ടാകുക. ഈ 9 ദ്വാരങ്ങൾ എന്താണ്? നവദ്വാരേ പുരേ ദേഹി ഹംസേ ലോലായുധേ ബഹി, വേദങ്ങൾ പറയുന്നു. 9 ദ്വാരങ്ങളുള്ള എൻ്റെ ശരീരമാണ്. ഈ കൃഷ്ണൻ്റെ ഈ ഓടക്കുഴൽ ഏതെങ്കിലും വീട്ടിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൃഷ്ണൻ വികലാംഗനായ കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ കളയരുതേ. അതുപോലൊരു തെറ്റില്ലേ? പക്ഷേ ഇനി നിങ്ങൾക്ക് കളയാൻ പറ്റില്ല. പുതിയ കളയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ ഡേയിൽ മുഴുവൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ഓടക്കുഴലാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതോ പെന്തക്രോസ്തുകാർ പറഞ്ഞതാണ്, ഇത് ഊതിക്കഴിഞ്ഞാൽ ധനം മുഴുവൻ പോകുന്നതെന്ന്. അപ്പോൾ കൃഷ്ണൻ്റെ കയ്യിലുള്ള ആ ഓടക്കുഴൽ എൻ്റെയും നിങ്ങളുടെയും ശരീരവും ജീവിതവുമാണ്. ഇതിനാണ് കൃഷ്ണ ഉപാസന. അതിനെന്ത് ചെയ്യണം? ആ കൃഷ്ണൻ്റെ കാലൊന്ന് നോക്കിയേ. വലത് കാലിൻ്റെ മുകളിൽ ഇടത് കാല് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളത്. ആ ഇടത് കാല് മനസ്സാണ്, വലത് കാല് ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിയെ
മനസ്സിനെ അടക്കി ഭരിച്ച് ബുദ്ധി അതിൻ്റെ മുകളിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. ഈ എൻ്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും ബുദ്ധിസ്വരൂപനായി ബോധസ്വരൂപനായി ഭഗവാൻ ഹൃദയത്തിൽ അവതരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധ്രുവനുണ്ണി പറഞ്ഞതുപോലെ യോന്തപ്രവിശ്യമമവാചിമിമം പ്രസുപ്തം സഞ്ജീവയന്തി അഖില ശക്തി തരസ്വധന്നം അന്യാംശ്ച ഹസ്തചരണ ശ്രവണോരുഗാത്വം പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹേ കൃഷ്ണ, ഇത് ഉണ്ണിക്കണ്ണനോട് ഉണ്ണിയായ ധ്രുവനുണ്ണി പറയുകയാണ്, യോ അന്തപ്രവിശ്യ മമ വാജി, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ പ്രാണനായി ഓരോ കോശങ്ങളിലുമായി അഖില ശക്തിധര സ്വധാംന, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായിട്ടുള്ള കൃഷ്ണ, എൻ്റെ ശക്തിയായി തീരൂ കൃഷ്ണ, എൻ്റെ ശക്തിയായി തീരൂ കൃഷ്ണ. ധ്രുവനുണ്ണി പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. പിന്നെ ഈ കൃഷ്ണാവതാരം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അവതരിച്ചു. ഇനി ഞാൻ ഗൃഹസ്ഥനാണ്, മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ. 16,008 ഭാര്യമാരെ മാനേജ് ചെയ്ത ആ മഹാനായ കൃഷ്ണനോട് ആ ഗോപികമാരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഗൃഹസ്ഥാശ്രമിയായ ഞാനും നിങ്ങളും ഈ രീതിയിലാണ് കൃഷ്ണനോട് അപേക്ഷിക്കേണ്ടത്. കൃഷ്ണ, നീ ആത്മസുഹൃത്, കൃഷ്ണ ആത്മസുഹൃത്, കൃഷ്ണ നീ എൻ്റെ സുഹൃത്തായിട്ട് വാ. ഗോപികമാർ നഗലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃഗ്. ഗോപികമാരുടെ ചുണ്ടുകളിലെ സംഗീതമായ കൃഷ്ണൻ എൻ്റെ അന്തരാത്മാവാണ്. അഖിലദേഹിനാം ആ ഗോപികമാർ എല്ലാ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഈ മന്ത്രം ചൊല്ലും. അങ്ങനെയുള്ള അതിമനോഹരമായൊരു മന്ത്രമുണ്ട് ഭാഗവതത്തിൽ. അത് എൻ്റെ അമ്മ എപ്പോഴും ചൊല്ലും, എല്ലാ സപ്താഹവേദികളിലും എൻ്റെ അച്ഛനും ചൊല്ലും. അത് കേട്ട് തയമ്പിച്ച എൻ്റെ ഹൃദയം ഉദിത് ചൈതന്യാജി പറയും, നിങ്ങൾ സപ്താഹവേദിയിലും ഏത് ക്ഷേത്രത്തിലും എവിടെ പോയാലും ആ ക്ഷേത്രത്തിൽ ആ ദേവൻ്റെ മുന്നിൽ വെച്ച് ചൊല്ലേണ്ടതാണെന്ന്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതലേ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഈ ഗോപികമാർ കൃഷ്ണനോട് നൊന്ത് വിളിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യ മഖാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമഭി മനസ്സുദീയതാ സദാ ആഹുശ്ചതേ നളിനാഭപദാരവിന്ദം. ഹേ കൃഷ്ണ 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 കൃഷ്ണ, അവിടുത്തെ പാദാരവിന്ദം, അവിടുത്തെ എൻ്റെ യോഗം. ഞാൻ ഭർത്താവുമായിട്ട് യോജിക്കേണ്ടത്, ഞാൻ മക്കളുമായി യോജിക്കേണ്ടത്, ഞാൻ ഭാര്യയുമായി യോജിക്കേണ്ടത്, ഞാൻ എൻ്റെ തൊഴിലുമായി യോജിക്കേണ്ടത്, ഞാൻ എൻ്റെ ശരീരവുമായി യോജിക്കേണ്ടത്, ഞാൻ ഗൃഹസ്ഥാശ്രമിയായി ഞാൻ എന്തിനോടൊക്കെ അസോസിയേറ്റ് ചെയ്യണമോ അതെല്ലാം കൃഷ്ണനാണ്. കൃഷ്ണ യോഗേശ്വരേ ഹൃദി വിചിന്യ മഖാധബോധൈ. കൃഷ്ണ നീ എൻ്റെ ബോധമാണ് കൃഷ്ണ, നിലനിൽക്കണം കൃഷ്ണ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രാണനായി നിലനിൽക്കണം, എൻ്റെ ബോധസ്വരൂപമായി കൃഷ്ണ നീ നിലനിൽക്കണം. 4 വാൾവുള്ള ഹൃദയത്തിൻ്റെ അന്തരാത്മാവായി കൃഷ്ണ നീ നിലനിൽക്കും. മഖാധബോധൈ. വേദവ്യാസ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ബോധമല്ല അഗാധമായ സംസാരകൂപ പതിതോത്തരണാവലംബം. ഞാനിതാ എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, ധനത്തിൽ, കാറിൽ, വീടിൽ എന്തെങ്കിലും സംസാരമാകുന്ന പൊട്ടക്കിണറിൽ ഞാൻ വീഴാതെ കൃഷ്ണ നീ നോക്കണം കൃഷ്ണ. സംസാരകൂപ പതിതോ തരണാവലംബം, അതിനകത്തുനിന്നും പുറത്ത് കയറ്റുന്ന ഫയർഫോഴ്സാണ് കൃഷ്ണ നീ. നീ എന്നെ രക്ഷിക്കണം. ഗഹംജുഷാമഭി മനസ്സുദീയതാ സദാ. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ, എൻ്റെ ജീവിതത്തിൽ സദാ എപ്പോഴും കൃഷ്ണ നീ ജ്വലിച്ച് നിൽക്കണം കൃഷ്ണ, നീ ജ്വലിച്ച് നിൽക്കണം. എൻ്റെ ഗുരുവാണ്
സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹം ഇതെപ്പോഴും പറയും. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് പറയും. ചിന്മയാനന്ദ മഹാരാജ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു പറയും, തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. ഒട്ടും സംശയിക്കണ്ട, സംസാരകൂപ പതിതൊത്തരണാവലംബം ഗഹം ജുഷാമപി മനസ്സുദീയതാ സദാ. കൃഷ്ണ, അന്ത്യനാൾ വരെ, അവസാന നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ നീ നിലനിൽക്കണമേ ബോധസ്വരൂപമായി. പരമപ്രേമാവതാരമാണ് കൃഷ്ണൻ, പരമസ്നേഹാവതാരമാണ്, സമ്പൂർണമാണ്. പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ആ സമ്പൂർണമായ അവതാരം എൻ്റെ ഹൃദയത്തിൽ അവതരിച്ചു. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു ഈ സമ്പൂർണ്ണാവതാരത്തിൻ്റെ മഹനീയത. ആ സമ്പൂർണ്ണാവതാരം നിങ്ങളുടെ ഹൃദയത്തെയും കീഴടക്കും, നിങ്ങളുടെ മനസ്സിനെയും ഉയർത്തും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിത വിജയത്തിൽ, ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഇഫ് ഇൻ എനി കോസ്റ്റ് നേടിയെടുക്കാൻ ബുദ്ധിർബുദ്ധിമതാമസ്മി, ബുദ്ധിയുടെയും ബുദ്ധിയായ. നോക്കൂ, അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു എല്ലാം ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, പക്ഷേ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ല. കാരണം ബുദ്ധിർബുദ്ധിമതാമസ്മി. ആ ബുദ്ധിസ്വരൂപനായ കൃഷ്ണൻ നമ്മുടെയൊക്കെ ജീവിതത്തെ സമ്പൂർണമാക്കും. സത്യം പരം ധീമഹി. ശ്രീമദ് ഭാഗവതത്തിന് മാനവരാശിയോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, സത്യം പരം ധീമഹി. ഇന്നലെയും ഇന്നും നാളെയും നിലയ്ക്കുന്ന ആ സത്യം, അത് പരമമാണ്, സുപ്രീമാണ്, അത് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ബുദ്ധി, നിങ്ങളുടെ ബുദ്ധിയും അതായിത്തീരട്ടെ. എല്ലാവർക്കും പൂർണ്ണാവതാരമായ ഈ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അവരെ വിളിക്കൂ, എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. സുഹൃതികളിൽ മഹാസുഹൃതികളായ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. നാരായണീയം ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമ്മളെ പഠിപ്പിക്കുന്നു. അനന്തഭൂമാ, ആദിയുള്ളതേ പ്രപഞ്ചത്തിൽ എന്തുമുള്ളൂ, അന്തമുള്ളതേ പ്രപഞ്ചത്തിൽ എന്തുമുള്ളൂ. ആദിയും അന്തവുമില്ലാത്ത ഗുരുവായൂരപ്പൻ. അനന്തഭൂമാ മമ രോഗരാശിയും, എനിക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും പല വിധത്തിലുള്ള വിഷമങ്ങളും പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളുമുണ്ട്. അനന്തഭൂമാ, നീ അനന്തമാണ്, ആദിയും അന്തവുമുള്ള സുഖ ദുഃഖാദികൾ എന്നെ തീണ്ടാതിരിക്കട്ടെ. അനന്തഭൂമാ മമ എൻ്റെ ശരീരത്തിലും മനസ്സിലുമുള്ള രോഗങ്ങളെ നീ നശിപ്പിക്കണമേ. അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി, അതിനെയൊക്കെ നിരോധിക്കണമേ. നിരുന്ധി, എല്ലാ ദുഃഖങ്ങളെയും നിരോധിക്കണമേ. നിരുന്ധി വാതാലയവാസ വിഷ്ണു. ഗുരുവായൂരിൽ വസിക്കുന്ന വ്യാപ്നോ. എന്താണ് വ്യാപ്നോ? ദിവ്യേ വേഷ്ടി ഇതി വിഷ്ണു. ധർമ്മോസ്തു വൈ വിഷ്ണു. ധർമ്മരൂപമാകുന്ന ഈ വിഷ്ണു, ആ പരമാനന്ദമായ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണമേ. ബ്രഹ്മാദി പിപീലികാന്തതനുഷു. ജാഗ്രസ്വപ്ന സുഷുപ്തിയിൽ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.